നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 1 സെറ്റ്സിൽ എക്സാമ്പിൾ 18ഉം 19ഉം ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ എന്താണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, അതിന്റെ കൺസെപ്റ്റ്, വെൻ ഡയഗ്രാംസ് എല്ലാം ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതെനിക്കൊരു സന്തോഷവുമാണ്, കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷനുമാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Example 18. Let set A equal to 1, 2, 3, 4, 5, 6 and set B equal to 2, 4, 6, 8. Find A minus B and B minus A. നമുക്ക് സോൾവ് ചെയ്യാം. അത് നമുക്ക് എയും ബിയും ഒന്ന് എടുത്തെഴുതാം. Set A equal to 1, 2, 3, 4, 5, 6. ഇനി എന്താണ് set B? Set B equal to 2, 4, 6, 8. ഇനി നമുക്ക് എയിലും ബിയിലുമുള്ള കോമൺ എലിമെന്റ്സിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. 2 രണ്ടിടത്തും കോമൺ ആണ്, 4ഉം രണ്ട് സെറ്റിലും കോമൺ ആണ്, 6ഉം രണ്ട് സെറ്റിലും കോമൺ ആണ്. ഇനി എ മൈനസ് ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സെറ്റ് എയിൽ നിന്ന് ഈ കോമൺ എലിമെന്റ്സിനെ അങ്ങ് കട്ട് ചെയ്തേക്കുക. എന്നിട്ട് റിമൈനിങ് എലിമെന്റ്സിനെ എടുത്തെഴുതുക. റിമൈനിങ് എലിമെന്റ്സ് എന്തൊക്കെയുണ്ട്? 1, 3, 5. ഇതാണ് നമ്മുടെ എ മൈനസ് ബി. ഇനി ബി മൈനസ് എ എന്താണെന്ന് നോക്കിക്കേ. ബി മൈനസ് എ ഈക്വൽ ടു നമ്മൾ സെറ്റ് ബിയിൽ നിന്ന് ഈ കോമൺ എലിമെന്റ്സിനെ അങ്ങ് റിമൂവ് ചെയ്യണം. അതിനുശേഷം ബാക്കി വരുന്ന എലിമെന്റിനെ എടുത്തെഴുതുക. ഇവിടെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ബാക്കി 8. സോ ബി മൈനസ് എ ഈക്വൽ ടു 8. ഇനി നമുക്കിതിന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. എയുടെയും ബിയുടെയും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ സെറ്റ് ആണ് എ ഇന്റർസെക്ഷൻ ബി. അതുപോലെ എ മൈനസ് ബിയും ബി മൈനസ് എയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വെൻ ഡയഗ്രത്തിൽ സെറ്റ് എ ആദ്യം മാർക്ക് ചെയ്യാം. സെറ്റ് എ മാർക്ക് ചെയ്യുമ്പോൾ ഈ കോമൺ എലിമെന്റ്സ് നമ്മൾ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷനിലാണ് എഴുതുക. 2, 4, 6. ബാക്കി എയിലെ എലിമെന്റ്സ് ആരൊക്കെയായിരുന്നു? 1, 3, 5. ഇനി ബിയിലെ എലിമെന്റ്സ് എഴുതാം. ഓൾറെഡി നമ്മൾ 2, 4, 6 എഴുതി കഴിഞ്ഞു. ഇനി ബാക്കി ഉണ്ടായിരുന്ന ആൾ ആരാണ്? 8 മാത്രമാണ്. 8 നമ്മൾ എഴുതി. ഇനി വാട്ട് ഈസ് ദിസ് എ ഇന്റർസെക്ഷൻ ബി? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2, 4, 6 ആണ്. അതായത് ഇതാ ഈ പോർഷനാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എയും ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ, ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. ഇനി നമുക്ക് എന്താണ് എ മൈനസ് ബി എന്ന് നോക്കാം. എ മൈനസ് ബി അവർ 1, 3, 5 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 1, 3, 5 എന്ന് വരുന്ന പോർഷൻ എവിടെയാണുള്ളത്? നോക്കിക്കേ, ഇതാ ഈ ഒരു പോർഷൻ, ഞാൻ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്യുന്ന പോർഷൻ കണ്ടോ? ഇതാണ് 1ഉം 3ഉം 5ഉം മാത്രമായിട്ടുള്ള പോർഷൻ. സോ ദിസ് ഈസ് അവർ എ മൈനസ് ബി. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാനായിട്ട് ഞാൻ ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ സെറ്റ് എ, ഓക്കെ, ഇത് സെറ്റ് ബി. എന്താ ഈ ഒരു പോർഷൻ ആണ് സെറ്റ് എയും സെറ്റ് ബിയും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ. അതായത് ഇവിടെ ഉള്ള എലിമെന്റ്സ് സെറ്റ് എയ്ക്കും സെറ്റ് ബിക്കും കോമൺ ആയിരുന്നു. നമ്മൾ സെറ്റ് എയിൽ നിന്ന് ആ കോമൺ എലിമെന്റ്സിനെ അങ്ങ് റിമൂവ് ചെയ്തു. ആ കോമൺ എലിമെന്റ്സിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ ആണ് ദാ ഈ പോർഷൻ, അല്ലെ? സെറ്റ് എയിൽ നിന്ന് ആ കോമൺ എലിമെന്റ്സിനെ റിമൂവ് ചെയ്താൽ നമുക്ക് ദാ ഇത്രയും പോർഷനെ വരുള്ളൂ. അതാണ് നമ്മുടെ എ മൈനസ് ബി എന്ന് പറയുന്നത്. അതായത് കോമൺ എലിമെന്റ്സിനെ കട്ട് ചെയ്തതിന് ശേഷം എയിൽ ബാക്കിയുള്ള എലിമെന്റ്സിന്റെ സെറ്റ്, അതായത് ആ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എയുടെ മാത്രമാണ്, അത് അവര് ബിയുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബി മൈനസ് എ എന്താണെന്ന് നോക്കാം. ബി മൈനസ് എ നോക്കിക്കേ, 8 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ വെൻ ഡയഗ്രത്തിൽ ഏത് പോർഷൻ ആണ്? ദാ ഈ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന പോർഷൻ ആണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി, അല്ലേ? ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള പോർഷൻ, ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ. ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷനെ നമ്മൾ സെറ്റ് ബിയിൽ നിന്ന്
കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് സെറ്റ് എയും സെറ്റ് ബിയും കൂടെ ഷെയർ ചെയ്തിരുന്ന കോമൺ പോർഷനെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷമുള്ള ബാക്കി പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബി മൈനസ് എ എന്ന് പറയുന്നത്. സെറ്റ് ബിയും നമ്മൾ അത്രയും അങ്ങ് കളഞ്ഞു. അതായത് സെറ്റ് എയും സെറ്റ് ബിയും കൂടെ ഷെയർ ചെയ്തിരുന്ന പോർഷൻ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബി മൈനസ് എ കിട്ടും. അതായത് ഈ ബി മൈനസ് എയിലെ എലിമെന്റ്സ് അത് ബിയുടെ മാത്രം സ്വന്തമാണ്, അത് അവർ എയുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഇതാണ് വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം നോക്കാം. നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ എ മൈനസ് ബി ഒന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി, ഇതാണ് എ മൈനസ് ബി. ഈ രണ്ട് സെറ്റിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. കോമൺ എലിമെന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് അതിന്റെ ഇന്റർസെക്ഷൻ നമുക്ക് നൾ സെറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എ മൈനസ് ബിയുടെയും ബി മൈനസ് എയുടെയും ഇന്റർസെക്ഷൻ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എ മൈനസ് ബി, ഇതാണ് ബി മൈനസ് എ. എ മൈനസ് ബിയിലും ബി മൈനസ് എയിലും നമുക്ക് കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് എ മൈനസ് ബി ഇന്റർസെക്ഷൻ ബി മൈനസ് എ നമുക്ക് നൾ സെറ്റ് എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എയും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2, 4, 6 ആണ്, ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഈ രണ്ട് സെറ്റിനും നമുക്ക് കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല. സോ എ ഇന്റർസെക്ഷൻ ബി മൈനസ് എയും നമുക്ക് നൾ സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ഏത് രണ്ട് സെറ്റ് തമ്മിലുള്ള ഇന്റർസെക്ഷൻ കണ്ടുപിടിച്ചാലും നമുക്ക് നൾ സെറ്റ് എന്നാണ് കിട്ടുന്നത്, അല്ലെ? ഇന്റർസെക്ഷൻ ഓഫ് എനി ഓഫ് ദീസ് ടു സെറ്റ്സ് ഈസ് നൾ സെറ്റ്. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? The sets A minus B, A intersection B and B minus A are mutually disjoint sets. അതായത് നമുക്ക് ആ വെൻ ഡയഗ്രാം വെച്ച് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് സെറ്റ് എ, ഇത് സെറ്റ് ബി. ഇത് എ ആണ്, ഇത് ബി ആണ്. ഇത് നമ്മുടെ എ ഇന്റർസെക്ഷൻ ബിയുടെ പോർഷൻ. ദിസ് ഈസ് അവർ എ മൈനസ് ബി ആൻഡ് ദിസ് ഈസ് ബി മൈനസ് എ. ഇത് നോക്കിക്കേ, ഈ മൂന്ന് സെറ്റുകളും തമ്മിൽ ഒരു എലിമെന്റ്സും കോമൺ ആയിട്ട് ഷെയർ ചെയ്യത്തില്ല, അല്ലെ? അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ മൂന്ന് സെറ്റ്സും മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണെന്ന് പറയാം. അതായത് എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. Example 19, let V equal to A E I O U and B equal to A I K U. Find V minus B and B minus V. ആദ്യം നമുക്ക് വിയും ബിയും ഒന്ന് എടുത്തെഴുതാം. Set V equal to A E I O U and set B equal to A I K U. നമുക്ക് കോമൺ എലിമെന്റ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. എ രണ്ട് സെറ്റിലും കോമൺ ആണ്, അതുപോലെ ഐ രണ്ട് സെറ്റിലും കോമൺ ആണ്, യുവും രണ്ട് സെറ്റിലും കോമൺ ആണ്. ഇനി നമുക്ക് വി മൈനസ് ബി എഴുതാം. വി മൈനസ് ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സെറ്റ് വിയിൽ നിന്ന് ഈ കോമൺ എലിമെന്റ്സിനെ ഒക്കെ അങ്ങ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ബാക്കി വരുന്ന എലിമെന്റ്സിന്റെ സെറ്റ്, അതായത് വി മൈനസ് ബി ഈക്വൽ ടു സെറ്റ് ഇ ഒ എന്ന് കിട്ടും. ഇനി നമുക്ക് ബി മൈനസ് ബി കണ്ടുപിടിക്കാം. ബി മൈനസ് ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സെറ്റ് ബിയിൽ നിന്ന് ഈ കോമൺ എലിമെന്റ്സിനെ ഒക്കെ അങ്ങ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി എന്താ വരുന്നത്? കെ. സോ ബി മൈനസ് ബി ഈക്വൽ ടു കെ എന്ന് കിട്ടും. എക്സാമ്പിൾ 19ന്റെ വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. എല്ലാ കേസിലും ഈ മൂന്ന് സെറ്റ്സും ഡിസ്ജോയിന്റ് ആയിരിക്കും. നിങ്ങൾ ഈ പ്രോബ്ലം വെച്ചിട്ട് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാവും. ഇന്നത്തെ എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.